ഇന്ന് രാവിലെ ഒരു പരിസരവാസിയുടെ അന്വേഷണമാണ് പോലീസിനെ വഴിത്തിരിവാക്കിയത്. കൊലപാതക ശ്രമമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സാർ, സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രിക്കൊന്ന് സംസാരിക്കണമെന്ന്. ഹലോ സർ. എന്തായി നിങ്ങളുടെ അന്വേഷണം? സർ, സംശയാസ്പദമായ രീതിയിൽ ശ്യാമാമേടത്തിന്റെ ഷാളും ചെരുപ്പും കുഞ്ചങ്കടവ് എന്ന കായൽ തീരത്ത് കണ്ടു. അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. മുങ്ങൽ വിദഗ്ധരും മറ്റും വന്നിട്ടുണ്ട്. അത് നടന്നോട്ടെ. ബാക്കിയുള്ള അന്വേഷണങ്ങള് മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് സർ. സംശയിക്കപ്പെടുന്ന ചിലരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പൂർണ്ണമായും അവിടെ തന്നെ ഉണ്ടാവണം. അറിയാമല്ലോ സാംസ്കാരിക കേരളത്തിൽ ശ്യാമ എത്ര പ്രിയപ്പെട്ടവളാണെന്ന്. ഒരു മോശം വാർത്ത വരല്ലേ എന്ന പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിലുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. ഇനിയും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. സൂര്യ, ഞാൻ സാറിനെ കണ്ടിട്ട് വരാം. ഓക്കെ, താങ്ക് യു സർ. സാംസ്കാരിക മന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു. അന്വേഷണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ ഇപ്പൊ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായില്ലേ? ഇനി അനുഭവസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോ അടിയൊഴുക്കുള്ള കായലാണ്. വീണു പോകുന്ന ഒരാൾക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒഴുകിയെത്തുന്നത് കടലിലേക്കായിരിക്കും. സർ, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാം. രാവിലെ ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോളെ, അമ്മയ്ക്ക് അങ്ങനെ നിന്നെ വിട്ടു പോവാനൊന്നും പറ്റില്ല. ശ്യാമയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. മുത്തശ്ശി ഇത് വെറുതെ നിന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതല്ല. ശ്യാമ നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരും, ഒരു കുഴപ്പമില്ലാതെ. കരയാതെ. മോളെ, ഇതൊന്ന് കുടിച്ചേ. എത്ര നേരം ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങിയിട്ട് തൊണ്ട പറ്റിപ്പോവില്ലേ? അമ്മേ, ഒന്ന് കുടിക്കാൻ പറയാമേ. എഴുന്നേക്ക് മോളെ. മോളെ, എഴുന്നേക്ക്. വാ. കുടിക്കും. സങ്കടപ്പെടേണ്ട മോളെ. എത്രയോ കാലം ഈശ്വരൻ അമ്മയ്ക്കും മോക്കും സങ്കടങ്ങൾ തന്നില്ലേ? പിന്നെ നിസാര നിമിഷം കൊണ്ട് അതൊക്കെ മാറ്റിയും തന്നില്ലേ? സങ്കടവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ മാറി മാറി വരും. പക്ഷെ എന്ത് കഴിയുമ്പോഴും നമ്മൾ ബാക്കി ഉണ്ടാവണ്ടേ? മോള് സമാധാനായിട്ടിരിക്കെ. അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഞാനും അത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ പത്മിനി. വാർത്തയൊന്ന് വെച്ചു നോക്കാം. ശ്യാമാമേടത്തിന്റെ കാര്യം എന്തായിന്നറിയാലോ. അത് വെക്കണ്ട, മോക്ക് വിഷമാവും. എന്ന് പറഞ്ഞാൽ എങ്ങനെയമ്മേ? കാര്യങ്ങളൊക്കെ അറിയണ്ടേ? സ്വന്തം അമ്മയുടെ കാര്യം കേൾക്കാൻ രാധികയ്ക്ക് താല്പര്യം ഇല്ലാതിരിക്കോ? ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഗായിക ശ്യാമയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു പരിസരവാസിയുടെ അന്വേഷണമാണ് പോലീസിനെ വഴിത്തിരിവാക്കിയത്. കൊലപാതക ശ്രമമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.
കരയാതെ. എപ്പോഴും എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരുന്ന എങ്ങനെയാ സഹിക്കാൻ പറ്റുക രാധിയെ കൊണ്ട്? കുറച്ചു കഴിഞ്ഞിട്ട് വിവരം അറിയണമെന്ന് വെച്ച് നോക്കാം. അത് മതി ചെറിയമ്മ. എന്തായാലും കായലിലുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടും അല്ലേമേ? എന്താ ചെറിയമ്മ ഇത്? രാധയ്ക്ക് ഇരിക്കുന്ന കണ്ടില്ലേ? ഓ, സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോ അറിയാതെ പറഞ്ഞു പോകുന്നതല്ലേ. മോളെ, അവരുടെ വാക്ക് കേട്ട് നീ അതിനും കൂടി കരയാൻ നിൽക്കുവാണോ മോളെ? കരയല്ലേടി മോളെ. നമ്മുടെ മുമ്പില് പുലിയെപ്പോലെ നടന്നിരുന്ന ഒരുത്തിയാ. കണിമംഗലത്തിന്റെ പുതിയ അവകാശിയാന്നും പറഞ്ഞ് സന്തോഷിച്ച് നടന്നതാ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കൽപ്പനെ? സന്തോഷായി നിനക്ക്? ആ സന്തോഷം മനസ്സിലുണ്ട് ചെറിയമ്മേ. നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചതെന്താ? നമുക്ക് മേലെ ഈ കണിമംഗലത്ത് ഒരാൾ ഉണ്ടാവാൻ പാടില്ല. കുറച്ചുനാൾ അവൾക്കത് സാധിച്ചു. അത് അവളുടെ ഭാഗ്യം. ആ ഭാഗ്യം എന്തായാലും അവസാനിച്ചു. എന്തായാലും ശ്യാമ മേഡത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. ശ്യാമ മേഡം പോയതുകൊണ്ട് നമ്മുടെ ഒക്കെ മനസ്സിന് സന്തോഷം കിട്ടട്ടെ, അല്ലേ ചെറിയമ്മേ? ഇന്നലെ രാത്രി ഏകദേശം 3 മണിക്ക് ശ്യാമ മേഡം താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിന്റെ മുമ്പിലെ CCTV ദൃശ്യങ്ങളാണിത്. അവിടുന്ന് അങ്ങോട്ട് സിറ്റി റൂട്ടിലായിരുന്നു ആ വണ്ടിയുടെ സഞ്ചാരം. 3-4 ഇടങ്ങളിലെ CCTVയിൽ ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറിൽ വണ്ടി തിരിയുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ കായലിന് നേർക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരൊറ്റ വിഷ്വലും കിട്ടിയിട്ടില്ല.